നമസ്തേ, വെൽക്കം ടു വേർഡ് ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 7/7 ടാറോട്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്നറിയോ? ആഫ്റ്റർനൂൺ തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ആഫ്റ്റർനൂൺ തോട്ട്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നോ ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനൈറ്റായിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 times അവിടെ നെയിം പറയുക. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ആഫ്റ്റർനൂൺ തോട്ട്സ് എന്താണ്? പ്ലീസ് ഗിവ് മീ ഗൈഡൻസ്. ഡിവൈൻ, യൂണിവേഴ്സ്, പ്ലീസ് ഗിവ് മീ ഗൈഡൻസ്. സ്ലോയിങ് ഡൗൺ, brightness, give me one card. Isolation. Okay, fine. Understand. Let me clarify these cards. Please give me afternoon thoughts of your person and the viewers, the person afternoon thoughts എന്താണ്? See, ഫസ്റ്റിൽ തന്നെ ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി, ഡസൻറ്റ് മാറ്റർ മെയിൽ ഓർ ഫീമെയിൽ, ഈ ഒരു വ്യക്തി നല്ല രീതിക്ക് ഒരു ഐസൊലേഷൻ ഫേസിലാണ് ഈ ഒരു ടൈമിലുള്ളത്. നല്ല രീതിക്ക് ഐസൊലേഷൻ ഫേസിലാണ്. ലൈക്ക് ഞാൻ ഒരിക്കലും ഈ ഒരു എനർജീസ് ലൈക്ക് ആ ഒരു വ്യക്തി ഇത്ര ഡൗൺ ആണല്ലോ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ലൈക്ക് ആ ഒരു എനർജിയിലേക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നല്ല രീതിക്ക് ഒരു ഐസൊലേഷൻ ഫേസിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത്. ലൈക്ക് ഐസൊലേഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? ഐസൊലേഷൻ എന്ന് പറയും ആൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടൊരു മൂലയ്ക്ക് കിടക്കുകയാണെന്നുള്ള മീനിങ് അല്ല. ആൾ നല്ല രീതിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി വല്ലാണ്ടൊരു ഡൗൺ ആണ്. ഇൻസൈഡ് ആൾ ഭയങ്കരമായിട്ട് മരവിച്ചതിന് തുല്യമാണ്. ലൈക്ക് ഒരാളുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള, ഒരാളോട് മിണ്ടാനായിട്ട്, ഇപ്പോൾ സാധാരണ നോർമലായിട്ട് നമ്മൾ ടോക്ക് ചെയ്യുന്ന ആളുകളോട് കൂടി നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു ഫേസിനെയാണ് ഐസൊലേഷൻ ഫേസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ പലപ്പോഴും എല്ലാവരും, മിക്കവരും റിലേഷൻഷിപ്പ് അല്ല, നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു സിറ്റുവേഷൻ, നമ്മളും പലപ്പോഴും ഐസൊലേഷൻ ഫേസിലേക്ക് പോകാറുണ്ട്. ലൈക്ക് അതല്ല, നമുക്കൊന്നും ചെയ്യാനായിട്ടില്ല ഐസൊലേഷൻ ഫേസിൽ. ജസ്റ്റ് സിറ്റ് ആൻഡ് വാച്ച്. ആ ഒരു എനർജി ആയിരിക്കും ഐസൊലേഷൻ ഫേസിൽ മെയിനായിട്ടും ഉള്ളത്. അപ്പം ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. നല്ല രീതിക്ക് ഡൗൺ ആണ്. നല്ല രീതിക്ക് എന്ന് വെച്ചാൽ നല്ല രീതിക്ക് ഡൗൺ ആണ്. നമ്മൾ ഡൗൺ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ചില ആളുകൾ വെറുതെ ഇരുന്നിട്ട് ഞാൻ ഡൗൺ ആണെന്ന് നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം അറിയിച്ചുകൊണ്ടിരിക്കും. അതല്ല, ഇത് ഭയങ്കരമായിട്ടും ഇൻസൈഡായിട്ട് സോൾ ലെവലിലുള്ള ഒരു ഐസൊലേഷൻ ഫേസിനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അത്രയും ഡൗൺ ആണ് ഈ ഒരു വ്യക്തി, അത്രയും ഡൗൺ ആണ്. അതുകൊണ്ടാണ് നിങ്ങളപ്പോൾ ചിന്തിക്കുന്നുണ്ട്, ലൈക്ക് എന്താണ് റിലേഷൻഷിപ്പിൽ ഞാൻ എന്തോരം എഫേർട്ട് എടുത്തു, എത്രമാത്രം ഞാൻ ഈ റിലേഷനിൽ എഫേർട്ട് എടുത്തു, എത്രമാത്രം ഞാൻ കൊടുത്തു, എത്ര ഒരു ഗീവറായിട്ടിരുന്നു, ഒരു അൺകണ്ടീഷണൽ ലെവലിൽ ഞാനിരുന്നു, എന്നിട്ട് ഇവിടെ ഈ ഒരു റിലേഷനിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലത്തെ ഒരു ഗ്രോത്ത് ഇല്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന് മെയിൻ റീസൺ ഇതാണ്. നിങ്ങളുടെ വ്യക്തി ഐസൊലേഷൻ ഫേസിലാണ്, ഈ ഒരു എനർജിയിലാണ്. ഈ ഒരു എനർജിയിൽ നിന്നുകൊണ്ട് ലിറ്ററലി നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഫോഴ്സ് ചെയ്ത് ലൈക്ക് നീ അത് ചെയ്യ്, നീ ഇത് ചെയ്യ്, നിന്നെ കോൺടാക്ട് ചെയ്യുക, എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ലൈക്ക് എനിക്ക് വേണ്ടി എഫേർട്ട് എടുക്കുക എന്നൊക്കെ പറയാൻ പറ്റത്തില്ല. ഐസൊലേഷൻ ഇരിക്കുന്ന വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും തന്നെ ഡു നത്തിങ് എന്നുള്ളൊരു എനർജിയാണ്. ലൈക്ക് ഒന്നും ചെയ്യാനില്ല. അത് ഫിസിക്കൽ ലെവലിൽ ഓക്കെ ഡ്യൂട്ടികൾ ചെയ്യുന്നുണ്ടാവാം, ഫാമിലി പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടികൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതപ്പുറത്തേക്ക് ആൾക്ക് ഒരു തരത്തിലുള്ള ഒരു കാര്യങ്ങളോ ആൾക്കത് എഫേർട്ട് എടുക്കാനായിട്ട് അതിനുള്ള എനർജി ഇല്ല. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് ഇത്രയും ബ്രീഫായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഐസൊലേഷൻ ഫേസിലൂടെ ഞാനും പോയിട്ടുണ്ട് കടന്ന്, ഈവൻ നിങ്ങളും പോയിട്ടുണ്ടാവാം. അപ്പം അത് പോകുന്ന ഒരു വ്യക്തിക്കാണ്, ഐസൊലേഷൻ ഫേസിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. സോ അതുകൊണ്ടാണ് ഞാൻ ഐസൊലേഷനെ പറ്റി ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിൽ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല, എന്നോട് ഒരു ഇൻട്രസ്റ്റും ഇല്ല, അങ്ങനെയാണ് മറ്റതാണ് മറിച്ചതാണ്, ഒത്തിരി കാര്യങ്ങളെടുത്ത് ഹൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് വർഷങ്ങളായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്, 9 months ആയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് റിലേഷൻ്റെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട്. ബട്ട് ദർ ഈസ് നോ ആക്ഷൻ എന്നുള്ളൊരു എനർജിയിലൊക്കെയാണ് നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ഈ ഒരു വ്യക്തി നല്ല രീതിക്ക് ഒരു ഐസൊലേഷൻ ഫേസിലാണ്. ഈ ഒരു ഐസൊലേഷൻ ഫേസിൽ ഒരു തരത്തിലുള്ള ആക്ഷൻ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഒരു വ്യക്തിക്കും ഈ ഒരു ഐസൊലേഷൻ ഫേസിലും നിങ്ങൾക്കൊരു ആക്ഷൻ എടുത്ത് തരാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. സോ ഈ ഗ്രോത്ത് ആണെങ്കിലും റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. വെയിറ്റ് മീൻസ് ആളുടെ ഒരു ഐസൊലേഷൻ ഫേസ്, എനിക്ക് തോന്നുന്നു ഇനി 3 months കൂടെ ഉണ്ട് ആളുടെ ഐസൊലേഷൻ ഫേസ്. ആ ഒരു 3 months കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഈ റിലേഷനിൽ ഒരു മൂവ്മെൻറ്റ് കാണാൻ പറ്റുന്നുണ്ടാവും. ചെറിയ 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 സ്ലോയിങ് ഡൗൺ ഇൻ എനർജീസ്. ഓക്കെ, സി നിങ്ങൾക്ക് ഈ റിലേഷനിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു കാര്യം വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വേറെ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഒരേ ഒരു കാര്യം, ലൈക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യണം. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, ഇന്നോക്സ് ചെയ്യുന്നുണ്ട്, ഓക്കെ, ഫൈൻ 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 ഫൈൻ. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്താലും നിങ്ങൾ ആക്ഷൻ എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ ഒരു ഇതുമില്ല. ലൈക്ക് ഇത് കണ്ടില്ലേ, ഈ ഒരു ഫ്രൂട്ട്സ് കണ്ടോ? ഈ ഒരു ഫ്രൂട്ട്സ്, ഇത് കുറേ ഫ്രൂട്ട്സുകൾ അവിടെ പഴുത്ത് നിൽക്കുകയാണ്. പക്ഷേ അതെല്ലാം ഞെട്ടിട്ട് വീഴുന്നില്ല. ഞെട്ടിട്ട് വീഴാനായിട്ടൊരു സമയമുണ്ട്. ആ ഒരു സമയത്ത് ഞെട്ടിട്ട് വീഴുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ ഒരു റിലേഷൻഷിപ്പിലും ഓക്കെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടായിട്ട് നിൽക്കുന്നുണ്ടാവും. പക്ഷെ അത് നിങ്ങളുടെ ഫേവറിൽ വരാനുള്ള ഡിവൈൻ ടൈമിംഗ് ആയിട്ടില്ല. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് പ്ലീസ്. സ്ട്രെങ്ത്. ഗിവ് മീ 2 cards, ഓൺലി 2 cards. ഓക്കെ. ഹെർമിറ്റ് ഫേസ്. ഈ ഹെർമിറ്റ് ഫേസ് തന്നെയാണ് ഐസൊലേഷൻ കാർഡിനെ ക്ലാരിഫൈ ചെയ്തേക്കുന്നത്. അപ്പം ദാറ്റ്സ് വൈ ഐ ഓൾറെഡി ടോൾഡ് യു ഇറ്റ്സ് എ ഐസൊലേഷൻ ഫേസ്. 9 of coins. നിങ്ങൾ വെയിറ്റിങ്ങിലാണ്. ഈ 9 of coins റൈപ്നെസ്സിൻ്റെ സെയിം കാർഡാണ്. റൈപ്നെസ് എന്താണ്? വെയിറ്റിംഗ് ഫേസ് ആണ്. 9 of coins എന്താണ്? വെയിറ്റിംഗ് ഫേസ് ആണ്. കാരണം ഒരു ഫാർമർ ആളൊരു കൃഷി ചെയ്തിരിക്കുകയാണ്. ആ കൃഷി ചെയ്തിട്ട് ആ ഒരു കൃഷിയുടെ ഫ്രൂട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. കാരണം എന്തിനാ ഫ്രൂട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്? പെൻഡക്കിളിന് വേണ്ടിയിട്ട്. പെൻഡക്കിൾ മീൻസ് എന്താണ്? ഫൗണ്ടേഷനാണ്. സോളിഡ് ഫൗണ്ടേഷൻ, സ്റ്റെബിലിറ്റി, ഇതൊക്കെയാണ്. അപ്പം ഈ ഒരു പെൻഡാക്കിൾസിന് വേണ്ടിയാണ് ആൾ എക്സ്പെക്റ്റ് ചെയ്ത ആളിങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. ലൈക്ക് ആൾക്കുള്ള എഫേർട്ട് എല്ലാം ആളതിലെടുത്തു. അപ്പം ഇനി അതിൻ്റെ ഫ്രൂട്ടിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ഫേസാണ്. അപ്പം ഈ ഒരു ഫേസിലാണ് നിങ്ങൾ നിൽക്കുന്നുള്ളത്. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തിയുടെ എനർജീസ് നോക്കുവാണെങ്കിൽ ആൾ ഐസൊലേഷൻ ഫേസിൽ. ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നോവോക്സ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രേയേഴ്സിനൊന്നും ഫലം കിട്ടാത്തതിന് മെയിൻ റീസൺ. നിങ്ങൾ പലപ്പോഴും ദൈവത്തെ ബ്ലെയിം ചെയ്യുന്നു, യൂണിവേഴ്സിനെ ബ്ലെയിം ചെയ്ത് എൻ്റെ വിധിയാണ്, എനിക്ക് മാത്രമാണ് ഇങ്ങനെയുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇത് മെയിനായിട്ടും റീസൺ ഇവരുടെ ഐസൊലേഷൻ ഫേസ് ആണ്. ആ ഒരു ഐസൊലേഷൻ ഫേസിൽ നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ പ്രേയേഴ്സും കാര്യങ്ങളും ഒന്നും വർക്കൗട്ട് ആവാത്തത്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡസൻറ്റ് മീൻ ഗോഡ് ഡസ് നോട്ട് ഹിയർ. പക്ഷെ നിങ്ങളുടെ ആ ഒരു കാര്യം, നിങ്ങളുടെ ആ ഒരു പ്രെയർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ വർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ദുവ, അത് അവർ കേൾക്കുന്നില്ല എന്നുള്ളതല്ല, ഡിവൈൻ കേൾക്കുന്നില്ല എന്നുള്ളതല്ല, കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഫ്രൂട്ട് മസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. പക്ഷെ ഇത് ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അതുവരെ. സി 9 of swords. ഇത് കണ്ടില്ലേ, ഇൻസോമാനിയയുടെ കാർഡാണ്. നിങ്ങളുടെ വ്യക്തി നല്ല രീതിക്ക് ഡൗൺ ആണ്. ഡൗൺ മാത്രമല്ല, രാത്രിയിൽ ഉറങ്ങാൻ പറ്റത്തില്ല, ആൻസൈറ്റി, ഡിപ്രഷൻ, ഇത് അത്രയ്ക്കും ഒരു ഡൗൺ ആയിട്ടുള്ളൊരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നുള്ളത്. സി 9 of swords. ഇങ്ങനെയുള്ളൊരു വ്യക്തി നമുക്കൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. വേൾഡ് കാർഡാണ് കേട്ടോ. അതെ, ഓക്കെ. വേൾഡ് കാർഡ് വന്നിട്ടുള്ളത് ന്യൂ ബിഗിനിങ്ങിനെയാണ് കാണിക്കുന്നുള്ളത് കേട്ടോ. ഇപ്പം നിങ്ങളുടെ വ്യക്തിയാണെങ്കിലും ശരി, അവരിവിടെ ന്യൂ ബിഗിനിങ് ചെയ്യും ഈ റിലേഷനിൽ. എഗെയിൻ ഈ 9 of swordsൻ്റെ എനർജീസ് ഇതിന് ബോട്ടം ഓഫ് ദി ഡെക്ക് 10 of swords. സി ഈ 10 of swords എന്താണ്? ട്രസ്റ്റ് ഇഷ്യൂസ് ആണ്, അല്ലെങ്കിൽ ഡ്രാമാറ്റിക് എൻഡിങ്സിനെയാണ് കാണിക്കുന്നുള്ളത്. മിസ്അണ്ടർസ്റ്റാൻഡിങ്സിനെയൊക്കെയാണ് കാണിക്കുന്നുള്ളത്. അപ്പം ഈ കിങ് ഓഫ് വാൻസിൻ്റെ എനർജീസ് വന്നിട്ടുള്ളത് ഇപ്പം ഈ ഒരു വ്യക്തി കരിയറിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുടെ മൈൻഡിൽ 100 കണക്കിന് പ്രശ്നങ്ങളുണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഈ ഒരു തോട്ട്സിൽ നിന്ന് മെമ്മറീസിൽ നിന്ന് ആൾ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കണം. ബട്ട് ആൾക്കത് പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഡോണ്ട് വറി, ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട്. മസ്റ്റായിട്ടും ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട്. ഇതിപ്പോൾ ഒരു സൈക്കിളാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ടുള്ളത് എൻഡ് ആയത്. നെക്സ്റ്റ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും. അധികം വൈകാതെ ഒരു റീകൺസിലേഷൻ പോസിബിൾ ആകും. സോ നിങ്ങൾ റീകൺസിലേഷൻ ആയില്ലല്ലോ ഓർത്തോർത്ത് നിങ്ങൾ ഡൗൺ ആയിട്ടിരിക്കേണ്ട. നിങ്ങളുടെ വ്യക്തിയുടെ ഏജ് മിക്കവാറും 32 ആയിരിക്കാം കേട്ടോ. 32 ഏജുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കാം ഡീൽ ചെയ്യുന്നുള്ളത് നിങ്ങൾ. അപ്പം അതോർത്തിട്ട് നിങ്ങൾ ഡൗൺ ആയിട്ടിരിക്കുകയേ വേണ്ട. കാരണം അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, അതിനുള്ള ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഫ്രൂട്ട് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടും. സോ വെയിറ്റ് ചെയ്യുക. വെയിറ്റിംഗ് ഫേസ് ആണ് ഇവിടെ നിങ്ങൾക്ക് എന്താ മൊമെൻറ്റ് ഇത് കണ്ടില്ലേ, ഇത് ബോർഡറിൻ്റെ കാർഡാണ്. ട്രസ്റ്റ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ട്രസ്റ്റ് ദ പ്രോസസ് ഓഫ് യൂണിവേഴ്സിൽ ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യുക. നോ നീഡ് ഓഫ് വറി, ടെൻഷൻ. നിങ്ങൾക്ക് വറിയുടെയും ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഹാപ്പി ആയിട്ടിരിക്കുക, സെൽഫ് ലവ് ചെയ്യുക, നിങ്ങളെ സ്നേഹിക്കുക. ഈ ഒരു എനർജിയിലിരിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഈ ഒരു എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി, അത് ഓൾറെഡി ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കുന്നൊരു ഫ്രൂട്ടാണ്.
അത് പക്ഷേ അത് ജസ്റ്റ് ഒന്ന് ഒരു ഡിവൈൻ ടൈമിങ്ങിൻ്റെ ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഒരു ഫേവറിലേക്ക് വരാൻ വേണ്ടിയിട്ട്. സോ വെയിറ്റ് ചെയ്യുക, പ്രെയർ ചെയ്യുക, സെയിം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അത് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള അഫർമേഷൻസ് കൊടുക്കാതിരിക്കുക, കാരണം മാനിഫെസ്റ്റേഷൻസ് നടക്കുന്നുണ്ടാവും. ക്രിസ്മസ് പോർട്ടൽ ഇപ്പോൾ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ മറ്റന്നാൾ ബ്ലാക്ക് മൂൺ വരാൻ പോവുകയാണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ മൂഡ് സ്വിങ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കൺട്രോൾ ചെയ്യുക. നിങ്ങൾ ഈ ബ്ലാക്ക് മൂണൊക്കെ വരുന്ന സമയത്ത് പാർട്ട്ണറിനെ ലിറ്ററലി അവിടെ പോയിട്ട് ലൈക്ക് ആളെങ്ങനെ കൊല്ലാൻ നിൽക്കുന്ന പോലെ നിൽക്കരുത്. കാരണം അത് ബ്ലാക്ക് മൂണിൻ്റെ എഫക്റ്റാണ്. പിന്നീട് നിങ്ങൾ അത് എന്ത് ചെയ്താലും നിങ്ങൾ അവരോട്ട് വഴക്കും പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്ത് പിന്നെ നാളെ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് ഒരു പ്രശ്നങ്ങളും ബ്ലാക്ക് മൂണിൻ്റെ ടൈമിൽ ഒരു നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സണുമായിട്ട് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. അതൊരു വാർണിംഗ് തന്നെയാണ് കേട്ടോ. വെറുതെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നാളെ നിങ്ങൾക്കറിയും, ലൈക്ക് നിങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാവും ഞാനത് അങ്ങനെ ചെയ്തല്ലോ എന്നുള്ള രീതിക്ക്. ആക്ച്വലി ഇത് ബ്ലാക്ക് മൂൺ എഫക്റ്റ് ആയിരിക്കും, നിങ്ങളുടെ ഉള്ളിൽ വരുന്നുള്ള ഒരു ഇമോഷൻസ് ആയിരിക്കില്ല. സോ അത് ശ്രദ്ധിക്കുക കേട്ടോ. ആ ഒരു ടൈമിലൊക്കെ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക, മൈൻഡിനെ കൺട്രോളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പം ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണലൈസ്ഡ് റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. നോ ഷുഗർ കോട്ട് റീഡിങ്സ്. ഷുഗർ കോട്ട് റീഡിങ്സ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്ത് ആരും വരുന്നത് എന്തുണ്ടോ അതായിരിക്കും നമ്മൾ അങ്ങോട്ട് പറയുന്നുണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് ചാനലിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഫീഡ്ബാക്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സിനെ കുറിച്ചിട്ട് റീഡിങ്സോ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കാവുന്നതാണ് കേട്ടോ. സോ താങ്ക് യു സോ മച്ച്.